ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ ലളിതമെന്ന് തോന്നുന്ന പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കഥയാണ്. യേശുക്രിസ്തു പറഞ്ഞ നല്ല ശമരിയാക്കാരൻ്റെ കഥ. നമുക്ക് നേരെ അതിലേക്ക് കടന്നാലോ? അപ്പോൾ ശരിക്കും ആരാണ് നമ്മുടെ ഒരു അയൽക്കാരൻ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ കഥയുടെ കാതൽ. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഉത്തരമായിരിക്കില്ല കേട്ടോ. ശരി, നമുക്ക് കഥ തുടങ്ങാം. അപ്പോൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു സാധാരണ മനുഷ്യൻ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് പോവുകയായിരുന്നു. ഒരു സാധാരണ യാത്ര. പക്ഷേ ആ യാത്രയ്ക്കിടയിൽ തികച്ചും അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒന്ന്. അതെ, ഒരു കൂട്ടം കള്ളന്മാർ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ക്രൂരമായി മർദ്ദിച്ച് കയ്യിലുണ്ടായിരുന്നതെല്ലാം തട്ടിയെടുത്തു. എന്നിട്ടോ പരിക്കേറ്റ് ചോരയൊലിപ്പിച്ച് വഴിയരികിൽ ഉപേക്ഷിച്ച് അവർ കടന്നുകളഞ്ഞു. ഒന്നോർത്തു നോക്കൂ ആ അവസ്ഥ. ഒന്നിനും വയ്യാതെ, സഹായത്തിന് ആരുമില്ലാതെ ആ മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. അപ്പോൾ സഹായത്തിനായി കേഴുന്ന ആ മനുഷ്യന്റെ മുന്നിലേക്ക് ആദ്യമായി ഒരാൾ വരുന്നു. ആരാണോ? ഒരു പുരോഹിതൻ. സമൂഹത്തിലെല്ലാവരും ബഹുമാനിക്കുന്ന ദൈവിക കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ. സ്വാഭാവികമായും നമ്മൾ എന്ത് വിചാരിക്കും? ഇദ്ദേഹം എന്തായാലും സഹായിക്കുമെന്ന്, അല്ലേ? പക്ഷെ എന്താ സംഭവിച്ചത്? അദ്ദേഹം ആ മനുഷ്യനെ കണ്ടു, എന്നിട്ടൊന്നും മിണ്ടാതെ, കണ്ടഭാവം നടിക്കാതെ അപ്പുറത്തുകൂടി അങ്ങ് നടന്നുപോയി. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ശരി, ഒരാൾ പോയി. ഇനി അടുത്ത ആൾ വരുമ്പോൾ സഹായിക്കുമായിരിക്കും, അല്ലേ? അങ്ങനെ രണ്ടാമതൊരാൾ വരുന്നു. പുരോഹിതനെ പോലെ തന്നെ സമൂഹത്തിൽ സ്ഥാനമുള്ളൊരാൾ. അയാളും ഈ പാവം മനുഷ്യനെ കണ്ടു. എന്നിട്ടോ ഒരു മാറ്റവുമില്ല. അയാളും തിരിഞ്ഞു നോക്കാതെ നടന്നുപോയി. ഇപ്പോൾ ആലോചിച്ചു നോക്കൂ ആ വഴിയിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ. പ്രതീക്ഷകൾ മുഴുവൻ ഇല്ലാതായിട്ടുണ്ടാവും. അങ്ങനെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു കിടക്കുമ്പോഴാണ് മൂന്നാമത്തെ ആൾ വരുന്നത്. അതൊരു ശമരിയാക്കാരനായിരുന്നു. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. അന്നത്തെ കാലത്ത് യഹൂദരും ശമരിയാക്കാരും തമ്മിൽ വലിയ ശത്രുതയിലായിരുന്നു. പരസ്പരം മിണ്ടുക പോലുമില്ല. യഹൂദർ അവരെ അത്രയ്ക്ക് താഴ്ത്തിയാണ് കണ്ടിരുന്നത്. അപ്പോൾ ഒരു ശമരിയാക്കാരൻ സഹായിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല. പക്ഷേ ആ ശമരിയാക്കാരൻ പരിക്കേറ്റ ആ മനുഷ്യനെ കണ്ടതും അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞു. ശത്രുതയൊന്നും ആ നിമിഷം ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അദ്ദേഹത്തിന് വെറുതെ ഒരു സഹതാപം തോന്നിയിട്ട് പോവുകയല്ല ചെയ്തത്. അദ്ദേഹം ശരിക്കും പ്രവർത്തിച്ചു. നോക്കൂ, ആദ്യം തന്നെ മുറിവുകളൊക്കെ വൃത്തിയാക്കി, മരുന്ന് വെച്ചുകെട്ടി, എന്നിട്ട് താൻ യാത്ര ചെയ്തിരുന്ന കഴുതയുടെ പുറത്ത് അയാളെ കയറ്റി താൻ നടന്നു. അതുകൊണ്ടും തീർന്നില്ല. അവരെ ഒരു സത്രത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ട് അയാളെ നോക്കാനുള്ള പണവും അവിടുത്തെ സൂക്ഷിപ്പുകാരന് കൊടുത്തു. ഇതല്ലേ ശരിക്കുമുള്ള സഹായം? ഒരു മടിയും കൂടാതെ പൂർണ്ണ മനസ്സോടെ ചെയ്ത ഒരു സഹായം. ഈ കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈശോ ഒരു ചോദ്യം ചോദിച്ചു. വളരെ ലളിതമായൊരു ചോദ്യം. ഈ മൂന്നു പേരിൽ, അതായത് ആ പുരോഹിതൻ, രണ്ടാമത് വന്നയാൾ, പിന്നെ ഈ ശമരിയാക്കാരൻ, ഇവരിലാരാണ് വഴിയിൽ വീണുകിടന്ന ആ മനുഷ്യന് ഒരു യഥാർത്ഥ അയൽക്കാരനായത്? ഉത്തരം വളരെ ലളിതമായിരുന്നു, അല്ലേ? ആരാണോ സഹായിച്ചത് അയാൾ, അത്രയുള്ളൂ. അയൽക്കാരൻ ആരാണെന്ന് തീരുമാനിക്കുന്നത് അയാളുടെ ജോലിയോ സ്ഥാനമോ ജാതിയോ ഒന്നുമല്ല. ആരാണോ കരുണ കാണിച്ചത്, ആരാണൊരു സഹായം ചെയ്തത്, അയാളാണ് യഥാർത്ഥ അയൽക്കാരൻ. അപ്പോൾ ഈ കഥ നമ്മളോടെന്താ പറയുന്നത്? നമ്മുടെ അയൽക്കാരൻ എന്നു പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നയാൾ മാത്രമല്ല. നമ്മുടെ മുന്നിൽ സഹായം ആവശ്യമുള്ള ഒരാളെ കാണുമ്പോൾ അയാൾ ഏത് നാട്ടുകാരനാണ്, ഏത് മതക്കാരനാണ്, ഏത് നിറമാണ് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. അവിടെ സ്നേഹത്തിനും കരുണയ്ക്കും മാത്രമേ സ്ഥാനമുള്ളൂ. അതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ സന്ദേശം. അപ്പോൾ ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റും ഇന്ന് സഹായം ആവശ്യമുള്ള ആ അയൽക്കാരൻ ആരായിരിക്കും? ചിലപ്പോൾ അത് വലിയ സഹായമൊന്നും ആയിരിക്കില്ല. ഒരു നല്ല വാക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ കൈത്താങ്ങായിരിക്കാം. നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാലോ?